ഹലോ പ്രിയപ്പെട്ട മുത്തുമണികളെ, ഞാനിപ്പം ഒരു വീഡിയോയുമായിട്ട് വരുന്നത് അങ്ങനെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും സംശയങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മളുടെ പാരിപ്പള്ളിയിലെ യൂട്യൂബറും ഷാനുമായിട്ട് ഒന്നിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാര്യം അവർക്കറിയാം എന്താണെന്ന്. എങ്കിലും ഒരുപാട് എന്തൊക്കെയാണ് അവരെക്കുറിച്ച് പറഞ്ഞത് ഇതിനിടയ്ക്ക് വെച്ച്. എന്തായാലും അവർ ഒന്നിച്ച് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1, 2, 3, 4 എന്ന് പൊതുസമൂഹത്തിൽ ഒരുപാട് നാണക്കേടിലൂടെ കടന്നുപോയ ഒരു സഹോദരിയാണ്. അതുപോലെ തന്നെ നിരന്തരം സോഷ്യൽ മീഡിയ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സഹോദരി. നമുക്കെല്ലാം അറിയാം. നിലവിൽ ഇനിയെങ്കിലും സന്തോഷത്തോടെ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ കുടുംബത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ വന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? അതൊക്കെ എല്ലാ സഹോദരങ്ങളും ഓർക്കുക. അവരുടേതായ ഒരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ നിലവിൽ ഗർഭിണിയാണ്. സഹായിക്കാൻ വീട്ടുകാരെന്തായാലും ഉണ്ടെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് എന്തായാലും ഉണ്ടാകില്ല എന്ന് എൻ്റെ വിശ്വാസം. വീട്ടുകാരോ ബന്ധുക്കളോ സഹോദരങ്ങളോ ഒക്കെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ നിരന്തരം അപമാനം അനുഭവിക്കേണ്ടി വരുന്നത്? അവരുടെ മാതാപിതാക്കളും ഇത് കേൾക്കുകയാണെങ്കിലൊന്ന് ഓർക്കുക. 4 കുഞ്ഞുങ്ങളായി. ഇനി സമൂഹത്തിന് മുമ്പിൽ അവർ എങ്ങനെ തിരിച്ചു നിൽക്കും? ഈ കുഞ്ഞിൻ്റെ വാപ്പായെ കൂടി ഈ സഹോദരിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ഇവരുടെ കടന്നുപോക്ക്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഏതായാലും ഈ ഷാൻ എന്ന് പറയുന്ന ആൾ ഇനിയെങ്കിലും മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് ഈ കുഞ്ഞിനെ ആ കുടുംബത്തെയും സംരക്ഷിക്കുക. ഷാനിൻ്റെ മാതാവ് ഇത് കേൾക്കുകയാണെങ്കിലും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുക. അല്ലാതെ മറ്റുള്ളവർക്ക് മുമ്പിൽ പരിഹാസ്യ കഥാപാത്രങ്ങളായി നിൽക്കാതെ ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാൻ ഈ സഹോദരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ ഒരു അറിവാണ് ഇട്ടത്. ഇനി എന്തെങ്കിലും എൻ്റെ ഒരു 100% അവർ ഒന്നിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഒന്നിച്ചു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വിട്ടത്, അല്ലാതെ കളവല്ല. അപ്പോൾ ആശംസകൾ വീണ്ടും ഒരുമിച്ചതിന്. ഇനി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനൊരു സൈബർ ബുള്ളിങ്ങിന് ഇടയാവാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സഹോദരി.